بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. ويوم يحشر أعداء الله إلى النار وهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. وقالوا لجلودهم لم شهدتم علينا؟ قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. وما كنتم تستترون فأنا يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون. ഏറെ പ്രിയമുള്ള വിശ്വാസികൾ, പരിശുദ്ധ റമളാനിന്റെ സർവ മഹത്വവും നേടിയെടുത്തുകൊണ്ട് വിശുദ്ധ റമളാനിനെ സ്വീകരിച്ച് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നോമ്പനുഷ്ഠിച്ച് അള്ളാഹു എത്രയാണോ പ്രതിഫലം നിർദ്ദേശിച്ചത് ആ പ്രതിഫലം സർവത്രയും വാങ്ങാൻ സാധിക്കുന്ന ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കയങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനുവേണ്ടി അധ്വാനിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയും ചെയ്യുക. പരിശുദ്ധ റമളാനിൽ മാത്രം ദീനുമായി അടുക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, കൂനു റബ്ബാനിയീൻ, നിങ്ങൾ മരണം വരെ അള്ളാഹുവിന്റെ അടിമകളാണ്. കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനികളാണ്. റബ്ബാനി എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണോ പഠിപ്പിച്ച തൗഹീദ് അതനുസരിച്ച്, അള്ളാഹു പഠിപ്പിച്ച ദീനനുസരിച്ചുള്ള വിശ്വാസം, സ്വഭാവം, സംസ്കാരം, ജീവിതരീതി, നിലപാടുകൾ, കച്ചവടം ഒക്കെ അള്ളാഹു റസൂലും പഠിപ്പിച്ച് ചെയ്താൽ നമ്മൾ റബ്ബാനിയെ അതാവണമെന്നാ ഖുർആൻ പറയും. കൂനു റബ്ബാനി, നിങ്ങൾ റബ്ബാനികളാണ്. ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, കുൻ റബ്ബാനിയൻ, നിങ്ങൾ റബ്ബാനികളാവണം. പോലെ തെക്കുൻ റമളാനിയൻ, നിങ്ങൾ റമളാന്റെ ആളാവും. റമളാനിന് മാത്രം ദീനീറ്റ് നടക്കുക അതാകുന്നത്. ഒരുവിധം ആളുകൾ റമളാനിൽ മാത്രം അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ജീവിക്കുന്നത്, അത് നിങ്ങൾ ആവരുത് എന്നാണ് ഇസ്ലാം. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മൾ മരണം വരെ
അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് ഒരു കാര്യവുമില്ല. നോമ്പനുഷ്ഠിച്ചോണ്ട് കാര്യമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദ ഖൗല സൂർ വൽ അമല ബിഹി, കളവായ വാക്കുകൾ, മോശമായ ചിന്ത, സംസാരം ഇതൊക്കെ ഒഴിവാക്കാത്ത ഒരാളുടെ നോമ്പ് ഫലൈസലില്ലാഹി ഹാജത്തുൻ ഫീ യദാ തആമുഹു വശറാബുഹു, അദ്ദേഹം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയതുകൊണ്ട് ഒരു കൂലിയുമായി കിട്ടൂല. കളവ് പറയുന്നു, ചീത്ത ചിന്താഗതികൾ മനസ്സിൽ വിചാരിക്കുന്നു, ചിന്തിക്കുന്നു, മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, മോശമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു, അത്തരം ആളുകളുടെ നോമ്പൊന്നും അള്ളാഹു കബൂലാക്കൂല. പട്ടിണി കിടക്കലെല്ലാം നോമ്പ് നടത്തും. പട്ടിണി കിടന്നുകൊണ്ടൊരു കാര്യമില്ല. റസൂലുള്ളാഹി കൃത്യമായി വിശദീകരിച്ചു, ലൈസൽ അക്ലു, ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ട് എന്താവില്ല, നോമ്പാവില്ല. നോമ്പ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് കളവ് പറയുക, ചീത്തയായ കാര്യങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ അതൊന്നുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പ്രഗത്ഭ പണ്ഡിതനായ അദ്ദേഹം വിശദീകരിച്ചു പറഞ്ഞു, അൽ ഗീബത്തു യുഫ്സിദു സൗം, മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറഞ്ഞാൽ അത് ഫോണിലായാലും നേർക്കുകയായാലും യുഫ്സിദു സൗം, നോമ്പുണ്ടാവും. സാധാരണ രീതിയിൽ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, റമദാനൊക്കെ വെറുതെ കുത്തുന്ന അങ്ങനെ മെസ്സേജ് വിടും. അത് വിടുമ്പോൾ ആലോചിച്ച് നോമ്പുണ്ടോ വേണം, നോമ്പ് വേണോ വേണ്ടേ ഉണ്ടാവും. അതുപോലെ നോമ്പിന്റെ സമ്പൂർണമായ പ്രതിഫലം ലഭിക്കണമെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ, ഈമാൻ വേണം, നല്ല അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം. അല്ലാണ്ട് എല്ലാവരും നോമ്പ് തൊട്ടോട് ഞാൻ നോമ്പ് തൊട്ടിരുന്നുള്ള അതുപോലെ നല്ല അചഞ്ചലമായ വിശ്വാസം, സ്വർഗം കിട്ടണമെന്ന്, നരകത്തിന് കഴിച്ചിലാവണം. ആ വിശ്വാസം ശരിക്ക് കൽബിൽ ഉണ്ടായിട്ട് വന്ന് നോമ്പ് വെക്കാൻ. അതാണ് മൻ സാമ റമദാനും ഈമാനും വഹ്തിസാബൻ, പ്രതിഫലമാകും. അങ്ങനെ ചെയ്താൽ ഊഫിറലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞുപോയ ഇന്നലകളിലെ ചെറിയ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കും. ഈ ചെറിയ പാപം ഏതാ? വലിയ പാപം ഏതാ? ചെറിയ പാപം ഇപ്പൊ നമസ്കരിക്കുമ്പോൾ നിങ്ങൾ ഒരാള് കാണുന്നു ശ്രദ്ധിക്കുന്നുണ്ട് കണ്ടപ്പോ നിങ്ങൾ നിസ്കാരം ഒന്ന് നന്നാക്കി, ഒന്ന് തക്ബീർ ഒന്ന് ഉഷാറാക്കി, അല്ലെങ്കിൽ നിങ്ങൾ നോമ്പുകാരനാണെന്ന് ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി, അല്ലെങ്കിൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്ന ആളാണെന്ന് വരുത്തി ഒരു ശ്രമം, ആളെ മുമ്പെന്ന് ഒരു കൊടുക്കുന്ന ആളായി മാറും. ഇതൊക്കെ ചെറിയ പാപങ്ങളാണ്, മനുഷ്യനുള്ളിലേക്ക് വന്നു പോകും. നമ്മൾ പൈസ കൊടുക്കുന്നവർക്കത് അറിയുള്ളൂ. പൈസ 5 പൈസ ആർക്കും കൊടുക്കാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞ വാക്ക് മനസ്സിലാവില്ല. സരക്ക കൊടുത്ത് ശീലമുള്ള ആളുകൾക്ക് മനസ്സിലാവും. സരക്ക കൊടുക്കുന്ന ആളുകൾ വേറെ ആരെയും നോക്കിയാൽ 10 കൊടുക്കാൻ വിചാരിച്ചാൽ വേറെ ആരും നോക്കുന്നുണ്ടെങ്കിൽ കിട്ടിയ പൈസ 20 ആണെങ്കിൽ കൊടുത്തത്. അത് അള്ളാഹ്ക്കല്ല, അത് അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന്റെ ഭാഗം, ചിന്ത മാറി. അതുകൊണ്ടാകാൻ പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അള്ളാഹ്ക്ക് വേണ്ടി പാടില്ല, പിശാചിന് വേണ്ടി പാടില്ല. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം വിശുദ്ധ റമദാൻ മാസത്തിൽ നാം നിർവഹിക്കുന്ന എല്ലാ അമലുകളും നമുക്ക് കിട്ടേണ്ടത് സ്വർഗത്തിൽ കയറണം, നരകത്തിൽ കഴിക്കാം. ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാകും, വേറൊരു ലക്ഷ്യം ഉണ്ടാക്കണം. വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞത്. സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു പറയുന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഈ ഭൂമിയിൽ നിന്ന് ജനിച്ചവരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് മരിക്കും, മരിക്കാത്തവരാരുണ്ടാകും. ഇന്നലകളിലൊക്കെ ഒരുപാട് ആളുകൾ യാത്രയായി. അവർ നമ്മളെ ബന്ധുക്കളാണ്, കുടുംബാംഗങ്ങളാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്, പലരും യാത്രയായി അല്ലേ? ഈ പരിശുദ്ധ റമദാനും കഴിഞ്ഞ റമദാന്റെ ഈ റമദാന്റെ ഇടയിൽ ഇപ്പൊ എത്ര ആളുകൾ നമ്മളെ കുടുംബത്തിൽ, നമ്മളെ ബന്ധുക്കളിൽ നിന്നും നമ്മളെ സുഹൃത്തുക്കളിൽ നിന്നും എത്ര ആൾ പോയി? അള്ളാഹു പോയവർക്കെല്ലാം പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകാൻ കാത്തിരിക്കുന്ന നമുക്ക് ഈമാനോടുകൂടി യാത്ര പോകാനുള്ള തൗഫീഖ് ചെയ്യാം. അപ്പോ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഈ ഭൂമിയിൽ പിറന്നു വീണ എല്ലാവരും മരണത്തെ ആസ്വദിക്കും. അതെന്തിനാ അള്ളാഹു മരിപ്പിക്കുന്നത്? അള്ളാഹ് പറയാ എന്തിനാ മരിപ്പിക്കുന്നത്? വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മരിപ്പിക്കാൻ വിടാനും അള്ളാഹു കഴിയല്ലോ. പക്ഷെ അള്ളാഹ് ചെയ്യുന്നില്ല, മരിപ്പിച്ചാലോ. എന്തുകൊണ്ട്? വൈന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ,
ഇവിടെ വെച്ച് നിങ്ങൾ ചെയ്ത ഓരോ ചിന്തിച്ച പ്രവർത്തനങ്ങൾ, നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ഓരോ നന്മകൾക്കും തിന്മകൾക്കും സമ്പൂർണമായി പ്രതിഫലം ലോകത്താർക്കും അതിന് കഴിയില്ല. അതിനാണ് എഴുതിയത്. അത് തരാൻ, അത് ഇവിടെ തരാൻ പറ്റില്ല. അത് അവിടെ കൊണ്ടുവരുന്നത് അതാണ്. വൈനമാ തുവഫോന് ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിന്നാർ. ആ കൊണ്ടുപോയിട്ടുള്ള യാത്രയിൽ ഖിയാമത്ത് നാളിൽ വെച്ച് ഫമൻ സുഹ്സിയ അനിന്നാർ, നരകത്തിൽ 4 മുക്തരാവുകയും ഉദ്ഖിലൽ ജന്ന, സ്വർഗപ്രവേശം ലഭിക്കുകയും മാർക്ക് ചെയ്തുവോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു, അവനാണ് വിജയിച്ചു. സാധാരണഗതിയിൽ നമ്മളിപ്പോ ഇവിടുന്ന് ഒരാളെ നോക്കിക്കാണുന്ന ആരെ വിജയിച്ചു പറയാം? എത്രയോ കോടാനുകോടി രൂപ സ്വത്തുക്കൾ അല്ലെ, അങ്ങനെ കോടാനുകോടിയുള്ള ആൾക്കാർ യാത്ര പോയില്ലേ? എത്ര ആള് പോയി? ഏതെങ്കിലും സ്വത്ത് അവർക്ക് വിളിച്ചോ? ആർക്കും വിളിച്ചില്ല. ആ സ്വത്ത് മുഴുവനും മക്കൾ കടിപിടി കൂടിയതല്ലാണ്ട് അത് അധ്വാനിച്ചുണ്ടാക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ മാതാപിതാക്കൾക്ക് സത്യം കബറിന് പോലും എടുക്കാൻ ചെയ്യാണ്ടാവും. കാരണം മക്കളെ കടിപിടിയില്ല. നമ്മളെ മയ്യത്ത് കബറിന് കിടക്കുമ്പോഴേ സ്വത്തിന് വേണ്ടി മക്കൾ കടിപിടിയുള്ളൂ, അല്ലാണ്ട് വേറെ ലാഭമില്ല. അപ്പം പിന്നെ നമുക്ക് ലാഭം കിട്ടുന്നത് എന്താ? നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു പറഞ്ഞ പ്രകാരം ജീവിച്ചാൽ നമുക്ക് ലാഭം കിട്ടും. അതാണ് പറഞ്ഞത്, ഫമൻ ജന്ന, നരകത്തിൽ നിന്ന് മുക്തരാവുകയും സ്വർഗപ്രവേശം ലഭ്യമാവുകയും ചെയ്താൽ പക്കത്ത് തീർച്ചയായും വിജയിച്ചു. അത് വിജയിച്ചോലെ, അതിന് പരാജയമില്ല. അപ്പൊ ആ മയ്യത്ത് വിജയിച്ചില്ല കേട്ടോ. എന്നിട്ടാണ് പറയുന്നത് രണ്ടാമൊരു കാര്യം കൊണ്ട് മനസ്സിലാക്കും. എന്തൊക്കെ ഇങ്ങനെ ആവുന്നത് വേണോ? പരലോകത്ത് നരകത്തിൽ നിന്ന് മുക്തരാവുകയും സ്വർഗപ്രവേശം ലഭ്യമാവുകയും ചെയ്യണമെങ്കിൽ മരിച്ചാൽ മാത്രം പോരാ, ഇത് വേണം. ഒമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ വഞ്ചിക്കപ്പെടുന്ന ചരക്കാണെന്ന് എനിക്ക് ബോധ്യപ്പെടും, അല്ല ഞാൻ കഴിയില്ല. വഞ്ചിക്കപ്പെടുന്ന ചരക്കാണ് ഈ ദുനിയാവെന്ന് നമുക്ക് ബോധ്യപ്പെട്ടില്ലല്ലോ, അന്റെ നരകം ഉറപ്പാവും, സ്വർഗം കിട്ടൂല. കാരണം നമ്മള് പണിയെടുക്ക മുഴുവൻ ദുനിയാവിന് വേണ്ടിയ. ഇപ്പൊ റമളാൻ വന്നപ്പോ നിങ്ങൾ കുറെ ആഹൃത്തിലേക്ക് ചിന്തിച്ചില്ലേ? നിങ്ങളുടെ വികാരത്തിന്റെ സൂചി ആഹൃത്തിലേക്ക് തിരിഞ്ഞില്ലേ കുറച്ച്? അതുകൊണ്ടാ പറഞ്ഞത് ലാത്തക്കും റമളാനിയൻ, റമളാനിന്റെ ആളുകളാണ്. ഒരു റബ്ബാനിയൻ, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി മരണം വരെ പാടിക്കുന്നതാണ്. അല്ലാണ്ട് റമളാൻ വരുമ്പോൾ സൂചി തിരിച്ചു വെക്കുക അങ്ങനെ പറ്റില്ല, അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ റമളാൻ കൊണ്ട് നന്നാവേണ്ടത് അള്ളാഹു തൃപ്തിപ്പെടും വിധമുള്ള നോമ്പ് നിർവഹിക്കുക. അതുപോലെ റസൂല പറഞ്ഞു, മൻ കാമ റമളാൻ ഈമാൻ പ്രവർത്തിച്ചാണ്, ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും റമളാനിന്റെ രാത്രികളിൽ നമസ്കരിച്ചാൽ കഴിഞ്ഞു പോയ ഇന്നലകളിലെ പാപം ചെറുതിട്ടോ, അതായത് വീണ്ടും ആവർത്തിക്കുക. ചെറിയ പാപങ്ങളെല്ലാം അള്ളാഹു കൊടുക്കും. ഏതാ ചെറിയ പാപം എന്നൊന്ന് പറഞ്ഞു വന്നപ്പോഴാണ് പെട്ടെന്ന് വിഷയം വിട്ടുപോയത്. ഒന്നും മറ്റുള്ളവർ കാണാൻ വേണ്ടി നിശ്ചയിക്കുക, മറ്റുള്ളവർ കാണാൻ വേണ്ടി സ്ഥലത്ത് കൊടുക്കുക അല്ലെ? ആളുകൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അമലുകൾ നന്നാക്കുക. ആരും ശ്രദ്ധിക്കാനില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ വലിയ തക്വീർ ഉണ്ടാവില്ല. ആരെങ്കിലും നിങ്ങളെ നിസ്കരിച്ച് നോക്കണ്ടേലോ, അപ്പൊ നിങ്ങളെ തക്ബീറിന്റെ ശബ്ദം മാറും, നിങ്ങൾ റുക്കുവിന്റെ സമയം മാറും, നിങ്ങളുടെ സുജൂദിന്റെ സമയം മാറും, അത്തയ്യാത്ര ഒരുപാട് സമയം ഇരിക്കും. അതപ്പോ നിങ്ങളാരെയും തുടരാണ്ടെങ്കിലോ, നിങ്ങളാരും തുടരാനില്ലല്ലോ, നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കാനില്ലോ, നിങ്ങൾ അള്ളാഹു അക്ബർ സമി അള്ളാഹു അക്ബറാ. സമി അള്ളാഹു ലിമൻ ഹമിദ പറയാൻ നേരണ്ടാവില്ല. സമി അള്ളാഹുവിന്റെ കൂടെ അള്ളാഹു അക്ബർ കയറും. സമി അള്ളാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. സമി അള്ളാഹു അക്ബർ പോയി അള്ളാഹു അക്ബറും കൂടി കൂട്ടിയാൽ ജമാവും. കാരണം അമ്മക്ക് അത്ര നമ്മളെ കയ്യിൽ ഈമാനാണ്. അല്ലാതെ അമ്മക്ക് സ്വർഗം കിട്ടണമെന്നോ നരകം കഴിച്ചിലാണെന്നോ നമ്മളറിയില്ല. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, മരിക്കും നിങ്ങൾ, മരിച്ചാൽ ഇത് നിങ്ങളുടെ ഈ ആയത്ത് സൂറത്ത് ഈ ആയത്ത് നിങ്ങളുടെ കൽബിൽ പതിയണം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എന്റെ കൂടെ ഓതിയ അല്ലെ? എല്ലാവരും മരിച്ചു പിരിയും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും, നിങ്ങൾക്ക് പ്രതിഫലം നൽകും പൂർണ്ണമായിട്ട്. തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്താണ്. ആർക്കും തരാൻ കഴിയാത്ത ദിവസം അള്ളാഹ് പൂർത്തിയായി. എന്നിട്ടോ ആ കൂലിയം തന്നാലോ ഫമൻ ജുഹ്സിയ അനിന്നാർ, ആര് നരകത്തിൽ രക്ഷപ്പെടുകയും ഉദ്ഖിലൽ ജന്ന, സ്വർഗപ്രവേശനം ലഭ്യമാവുകയും ചെയ്താൽ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. ആ ആയത്ത് അവസാനിക്കുകയും അല്ല പറയാ, ആ വിജയം കിട്ടണമെന്ന് നമുക്ക് നല്ല മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ ഒരു കാര്യം നല്ലോണം ഉറപ്പിച്ചോ,
വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവ് വഞ്ചിക്കപ്പെട്ടതാണ്. അവിടെ നിന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കും. വെറുതെ സമ്മതിക്കൂല. സ്വർഗം കിട്ടാൻ ബിലി സമ്മതിക്കൂല. സ്വർഗം നേടാൻ സമ്മതിക്കൂല. ഇത് ഏറ്റവും ചുരുക്കം ഓരോരോ ആവശ്യമില്ലാത്ത പണി ചെയ്യും അല്ലെ? ഇപ്പൊ നമ്മളെ പോലെയുള്ള പെണ്ണുങ്ങളൊക്കെ റമലാന് കുറച്ച് നന്നാവും. ചെറുപ്പക്കാരുടെ കുട്ടികളൊക്കെ അല്ലെ? ഓല വക ഒന്നുണ്ടാക്കലില്ല. റബ്ബെ നല്ല ഒന്നുമാണ് ഇപ്പോഴൊക്കെ. റമലാൻ കഴിഞ്ഞാലോ മുഖത്തൊക്കെ പലജാതി പോളീസ് അടിച്ചിട്ടാ മുഖം. അപ്പൊ പിന്നെന്ത് ചെയ്യും? ഒന്നും ഉണ്ടാവില്ല. ഒന്നുമില്ലാ നിർത്തി. അത് ഒന്നുമില്ലാ നിർത്തി വെച്ചാൽ കൂടിയിട്ട് നോക്കട്ടെ. അജാതി ഇപ്പൊ കുട്ടികളാണ്. അങ്ങനെയാണ് ഉണ്ടാകുക കേട്ടോ. അതുകൊണ്ടല്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞത്? അള്ളാന്റെ റസൂല് പറഞ്ഞു പിരികം നേർപ്പിക്കുന്ന റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തൊരു കാര്യ ലാന റസൂലുള്ളാഹി നബി ശപിച്ചു. ശപിക്കാറുണ്ട് അർത്ഥം ഇസ്ലാമിന്റെ ഭാഷയിൽ. സ്വർഗ കാരുണ്യത്തിൽ നിന്ന്, റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റുന്നതിനാ ശപിക്കുക. അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് അബാദ് അല്ലാഹുവിന്റെ റഹ്മ, കാരുണ്യത്തിൽ നിന്ന് അകറ്റുന്നതിനാണ് എന്താ പറയാ ശപിച്ചു. ആരാ ശപിച്ചത്? ലാന റസൂലുള്ളാഹി പിരികം നേർപ്പിക്കുന്ന. നിങ്ങളൊക്കെ തന്നെ നിങ്ങളെ മക്കളെ കല്യാണത്തിൽ നിന്ന് പിരികം നേർപ്പിക്കാനായിട്ട് പൈസ കൊടുത്ത ആളുകളാണ് ശപിക്കപ്പെട്ടത്. ഇത്തരം ചെറിയ ചെറിയ പാപങ്ങൾ വരും മനുഷ്യനുള്ളത്. കാരണം ഇതൊരു മോഹനമാണ്. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവ് വഞ്ചിക്കപ്പെടുന്ന ചരക്കാന്ന് മനസ്സിലാകാമെന്നാൽ ഇത്യാദി കളികൾ ഉണ്ടാവും. ഡ്രസ്സൊക്കെ പല തരത്തിലാണ് അല്ലെ? പല തരത്തിലടിക്കുക. ആരാ ഈ ഡ്രസ്സൊക്കെ അടിപ്പിക്കുന്നത്? നമ്മളെ കൊണ്ട് സിനിമക്കാർ, സീരിയല് അല്ലെ? അല്ലാണ്ട് അതിനെ റസൂലും പഠിപ്പിച്ചു തന്ന രൂപമല്ലല്ലേ നമുക്ക് ഇഷ്ടം. ആണോ? പെട്ടെന്ന് കാണാൻ പാൻറ്റിന്റെ ഒക്കെ കോലം മാറി, പെട്ടെന്ന് കാണാൻ വീതി കൂടുന്നു, പെട്ടെന്ന് കാണാൻ വീതി കുറയുന്നു അല്ലെ? ഇപ്പൊ ഏതാ കോലം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതുപോലെ ഇപ്പൊ പെൺകുട്ടികളൊക്കെ കാലിന്റെ കുറെ മേലോട്ടാണ് പോലെ ചുരിദാറിന്റെ കാലത്ത് അല്ലെ? ബാപ്പാർക്ക് ഉളുപ്പില്ലാണ്ടായിരിക്കും കണ്ടിട്ട് ലജ്ജ വരുന്നുണ്ട്. പക്ഷെ പറയാൻ വയ്യ. കാരണം ബാപ്പ വൈബല്ല. ഇപ്പൊ ഒക്കെ അങ്ങനെയുള്ള വൈബായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് വൈബാകാൻ പിന്നെ നിങ്ങളും എന്ത് ചെയ്തു? നിങ്ങളും നിങ്ങളെ ടൗസർ വരുമ്പം കുറച്ച് എന്നിട്ട് മോളെ കയ്യും പിടിച്ച്, മോളും ചെറിയ ടൗസർ, ബാപ്പിയും ചെറിയ ടൗസർ. നല്ല നോമ്പ അല്ലേ? ആ അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ എന്താ പറയാ? മോല് ഏതോ കാലത്ത് വെച്ചോണ്ട ഒരു 10-20 കൊല്ലം മുമ്പ് ഇയാൾ മരിച്ചു കൊണ്ടതാണ്. അല്ലാണ്ട് ഇങ്ങനത്തെ വർത്താനൊക്കെ പറയും. തിരുത്തണമെങ്കിൽ വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ എന്ന് മൂക്കൊണ്ട് ശബ്ദം ശ്രാവണ്യത്തോടു കൂടി ഓതാനെ കൊണ്ട് കഴിയും, അർത്ഥം പറയാൻ കഴിയും. പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയും. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചിക്കപ്പെടുന്ന കേൾക്കാട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ നബിയോട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹു റസൂലെ ദുല്ലൂനി അലാ അമലിൻ ഉദ്ഖിലു ബിഹിൽ ജന്ന. സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരൊറ്റ പ്രവർത്തനം പറഞ്ഞായിരുന്നു. ഒരു പ്രവർത്തനം സ്വർഗക്കാരൻ. കാല നബി പറഞ്ഞു, അലൈക ബിസിയാം, അലൈക ബിസിയാം, നീ നോമ്പ് പറ്റാണ്. അതിലപ്പുള്ളതെന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റാവുന്ന ഒരു പണി പറഞ്ഞു തരുന്നു എന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു. നിർസദാസമാണ് നോമ്പ് പറ്റാൻ കേട്ടോ. എന്നിട്ട് നബി എന്ത് പറഞ്ഞു? ലൈസ സിയാമു മിനൽ അക്ലി വസ്തു ശറാബ്, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കലല്ല എന്ത് നോമ്പ്. പിന്നെ ഇന്നമ സിയാം, നോമ്പെന്ന് പറഞ്ഞാൽ മിനൽ ലഹ്വി വറഫസ്, അനാവശ്യമായ ചിന്തകൾ, വാക്കുകൾ എല്ലാം മനസ്സിൽ നിന്ന് ഒഴിവാകും കേട്ടോ. നാലേ ആ പ്രയോഗം ഉണ്ടാവും. ഒരു ദിവസത്തെ നോമ്പ് അള്ളാഹു നമ്മൾ ഒരൊറ്റ ദിവസത്തെ നോമ്പ് അല്ല സ്വീകരിച്ചാൽ, ഒരു ദിവസത്തെ നോമ്പ് റബ്ബ് സ്വീകരിച്ചാൽ റസൂൽ പറയാ, മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബാഅദല്ലാഹു ബിദാലിക വജ്ഹുഹു അനിന്നാരി 70 ഖരീഫ. 70 വർഷത്തേക്ക് ഒരൊറ്റ ദിവസത്തെ നോമ്പ് റബ്ബ് സ്വീകരിച്ചാൽ, ഒരു നോമ്പ് സ്വീകരിച്ചാൽ 70 വർഷം പിന്നെ നരകത്തിൽ നമ്മൾ കേൾക്കില്ല. സ്വീകരിക്കാൻ പണിയിട്ടുണ്ട്, നോമ്പ് നോക്കാൻ പണിയില്ല.
റബ്ബ് സ്വീകരിച്ച പണിയുണ്ട് അല്ലെ? അപ്പൊ അത് സ്വീകരിച്ചാലോ, ഒരു ദിവസം നോമ്പ് സ്വീകരിച്ചാൽ 70 വർഷം നമ്മൾ നരകത്ത് നകർന്നു, പിന്നെ അവിടെ കയറാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ മനുഷ്യനും ചെയ്യുന്ന എല്ലാ അമലുകളും റെക്കോർഡാണ് അല്ലെ? നമ്മൾ ചെയ്യുന്ന എല്ലാം റെക്കോർഡാവും. ഈ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് പ്രകാരം ഞാനും നിങ്ങൾ ഇവിടുന്ന് മരിച്ചു, അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് റെക്കോർഡ് പ്രകാരം നരക എഴുതി വെച്ച പ്രകാരം നമുക്ക് നരകത്ത് പോകും. എന്നാലോ ഈ രാപ്പകലുകൾ, ഈ റമളാന്റെ രാപ്പകലുകൾ അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചാൽ റസൂൽ പറയാം, ഇന്ന ലില്ലാഹി ഫീ കുല്ലി യൗമിൻ വലൈല, രാവിലും പകലിലുമായി, റമളാന്റെ രാവിലും പകലിലുമായി മനുഷ്യന്മാർ ചെയ്യുന്ന അമലുകൾക്ക് റമളാൻ മാസത്തിൽ അള്ളാഹു നരകത്തിൽ നിന്ന് റിക്കാർഡ് പ്രകാരം നരകത്തിൽ കൊണ്ട ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ഈ 30 ദിവസം. ഇപ്പൊ മനുഷ്യരൊക്കെ ഉണ്ടല്ലോ പോയോളൂ, നമ്മളെ കുടുംബത്തിൽ നമ്മളെ ബാപ്പാവാം, നമ്മളെ ഉമ്മാവാം, നമ്മളെ പെങ്ങളാവാം അല്ലെ, നമ്മളെ കുടുംബക്കാരാവാം, നമ്മളെ സുഹൃത്തുക്കളാവാം, ഒരുപാട് ആളുകൾ പോയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ പോയത്, കുട്ടികളായിട്ടായാലും വലിയവരായില്ലേ, ഒരുപാട് ആളുകൾ. അവർക്കൊക്കെ ഇപ്പോ അവർ റെക്കോർഡ് പ്രകാരം നരകത്തിലാണെങ്കിൽ ഈ പരിശുദ്ധ റമളാന്റെ മഹളായ പകലിൽ ജീവിക്കുകയാണെങ്കിൽ ഓരോ ദിവസത്തെ പകലിനും രാത്രിക്കും ഇപ്പോ അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകൾ അങ്ങനെ മോചിപ്പിക്കുന്നവരിൽ അള്ളാഹു നമ്മളുടെ കുടുംബത്തിൽ തിരിച്ചു വളരെ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ ഇപ്പോ റമളാന്റെ നോമ്പുകാരനായി നിൽക്കെ നിങ്ങൾ ലിക്കുല്ലി മുസ്ലിമിൻ ദഅവ യദഉ ബിഹാ ഫയുസ്തജാബു, ഈ റമളാന്റെ രാപ്പകലുകൾ നോമ്പുകാരനായിരിക്കെ നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാലിഹായ മോഹങ്ങൾ നിങ്ങൾ റബ്ബിനോട് ചോദിച്ചാൽ യുസ്തജാബിന് ഉത്തരം കിട്ടും. സാലിഹായ മോഹങ്ങൾ ഇപ്പൊ ചോദിച്ചാൽ ഉത്തരം കിട്ടും. നോമ്പുകാരനായ ആളുകളുടെ സാലിഹായ മോഹങ്ങൾ ഇപ്പൊ ചോദിച്ചാൽ റബ്ബ് ഉത്തരം തരുന്ന ടൈമാണ് അതാ. അതുപോലെ തന്നെ അത് ദുനിയാവും ആഖിറവും കിട്ടും, രണ്ടും ചോദിച്ചാൽ കിട്ടുന്ന ടൈമാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ റമളാന്റെ മഹത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായും റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്ന വിധം ജീവിക്കുക. പരിശുദ്ധ റമളാനിൽ അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹിൽ മുഅ്മിനീന വഅദ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുത്ത് യാത്ര പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ജീവിത വിശുദ്ധി ജീവിതത്തിൽ നിലനിർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഞാൻ ഖുത്ബയുടെ മുഖവുരയിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് ഫുസ്സിലയിലെ ആയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇനി പരിശുദ്ധ റമളാനാണ്, ഖുർആൻ കയ്യിൽ നിന്ന് വെക്കരുത്. റമളാൻ മാത്രമല്ല, റമളാൻ കഴിഞ്ഞാൽ ഖുർആൻ കയ്യിൽ നിന്ന് വെക്കരുത്. മരിക്കുന്നത് തീരുമാനിക്കണം. അതൊക്കെ നല്ല ഖുവ്വത്തുൽ ഇറാദത്ത് ഉണ്ടാവും. ഖുവ്വത്തുൽ ഇറാദത്ത് പറഞ്ഞാൽ ശക്തമായ തീരുമാനം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഖുർആൻ കയ്യിൽ നിന്ന് വെക്കരുത് കേട്ടോ. ഒരു തീരുമാനം വേണം. ദുനിയാവേരായാലും നമുക്കറിയാം ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല. എത്ര കോടി ഉണ്ടാക്കിയാലും എങ്ങനെ കോടി ഉണ്ടാക്കിയാലും ഒരു കാര്യമില്ല. മരിച്ചാണ്ട് പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ 3 തുണി സുജൂദിന്റെ അവയവങ്ങളിൽ വെച്ച പഞ്ഞിയുമായി ഖബറിലേക്ക് പുറപ്പെടുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആർക്കും ഒന്നും ഉണ്ടാവില്ല. അതെല്ലാവർക്കും അറിയാം. ഇപ്പൊ കോടികൾ ഉണ്ടാക്കിയാലൊക്കെ പോയി പറഞ്ഞു അല്ലെ, ഒന്നും കൊണ്ടാണ്ട നമ്മളും അങ്ങനെ തന്നെ പോയി. അതുകൊണ്ട് വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ അമറു മിൻ മൻസിലിൻ വല്ല ഹാലിയ.
മനോഹരമായി മണിമേടകൾ കെട്ടിയൊക്കെയുണ്ടാവും. ഒരു കാര്യമില്ല കേട്ടോ. കിടന്നുറങ്ങുന്ന നിങ്ങൾ ഇനി റോഡ് സൈഡിലൂടെ കിടന്നാലും ചെറ്റപ്പുരയിൽ കിടന്നാലും മണിമേടയിൽ കിടന്നാലും ഉറങ്ങിയിരിക്കുന്ന ഒരു പോലെ സമാധാനത്തോടുകൂടി ഉറങ്ങാനും സമാധാനത്തോടുകൂടി എഴുന്നേൽക്കാനും സമാധാനത്തോടുകൂടി മരിക്കാനും കഴിഞ്ഞാൽ ഓൻ ഭാഗ്യവാൻ. അല്ലാതെ വലിയൊരു വീട്ടിൻ്റെ അകത്ത് താമസിച്ചോണ്ടോ അത് ഫോട്ടോ എടുത്ത് എല്ലാവരും അറിയിച്ചോണ്ടോ അതിന്റെ മുറ്റത്തുനിന്ന് കുടുംബം മുഴുവൻ ഒന്നായിട്ട് നിന്ന് ഫോട്ടോ അങ്ങനെയാണല്ലോ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ മൊബൈൽ ഇറങ്ങിയതിന് ശേഷം ഫോട്ടോന്റെ 5 കളിയാ ആണുമ്പോ ആര് വന്നാലും അപ്പൊ ഫോട്ടോ എടുക്കും അല്ലെ. അത് ഫോട്ടോ എടുക്കാൻ തെറ്റാണല്ല, അതൊരു മത്താവ് കൂടാണ്, വഞ്ചിക്കപ്പെടുന്ന ദുനിയാവിന്റെ ചരക്കാണ്. കാരണം നമ്മോട് ഇന്നാൾ വന്നു എന്ന് അറിയിക്കണം. നേരെ സാധാരണക്കാരൻ നമ്മൾ ഫോട്ടോ എടുക്കൂല. നാട്ടിലൊരു MLA നിങ്ങളെ ഫ്രണ്ടിൽ വന്നാലോ മക്കളെ ഏൽപ്പിക്കുക ഫോൺ കൈ കൂട്ട് ഫോട്ടോ എടുത്തോളിക്കാൻ എല്ലാ ഭാഗത്തും ഓരോരോ ആംഗിളിൽ നിന്നും അല്ലേ. എന്താ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ജാട ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. ഫോട്ടോ എടുക്കുന്നത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. ഫോട്ടോ എടുത്തിട്ട് എന്തിനാ ഫോട്ടോ എടുത്തത് നമ്മൾ അറിയിക്കുകയാണ് നമ്മളെ കുടുംബത്തിൽ. ഇപ്പൊ ഭയങ്കര കുടുംബ ബന്ധം പുലർത്തല്ല, ഇപ്പൊ കുടുംബ ഗ്രൂപ്പ് ഉണ്ടാക്കലാ പറഞ്ഞു. ഇപ്പൊ പുറയിലോ ആരും കുടുംബത്തിൽ പോക്കില്ല, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോരോ റീബത്തും ഫസാദും അയച്ചയച്ച് റംലാനിലെ കൂലി പോക്കണം. അതിനുള്ള ഗ്രൂപ്പാണ് ഓരോ കുടുംബത്തിലും ഉണ്ട്. ഉമ്മ കുടുംബം വേറെ, ബാപ്പ കുടുംബം വേറെ അല്ലേ. ഫസാദിന്റെ 5 കളിയാ. എന്നിട്ടോ നോമ്പ് നോക്കും, ഒരു കാര്യമില്ല. നിങ്ങൾ വെറുതെ നോമ്പ് വെക്കണ്ട. ഇത്രയും കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അറിയാം. നമുക്ക് ഇവിടെ പിരിയുമ്പോൾ അവിടെ സമാധാനം കിട്ടും. അപ്പൊ നോക്കാം നമുക്ക് നിങ്ങൾ അല്ല പറയാ അഴുതാവുള്ള അള്ളാഹുവിന്റെ ശത്രുക്കളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. ആരാ അള്ളാഹിന്റെ ശത്രുക്കൾ? നിങ്ങൾ ആലോചിച്ച് നോക്കി ആരാ? അല്ല പറയാ അള്ളാഹിന്റെ ശത്രുക്കൾ അല്ല ഒരുമിച്ച്. അള്ളാഹിന്റെ ശത്രു 1 തൗഹീദ് നഷ്ടപ്പെട്ട, 2 സുന്നത്ത് നഷ്ടപ്പെട്ട, 3 അള്ളാഹിനെ ശ്രദ്ധിക്കാത്ത, 4 ദുനിയാവിന്റെ വഞ്ചിക്കപ്പെടുന്ന ലോകത്ത് കുടുങ്ങിയത്. ഇതൊക്കെ അള്ളാഹിന്റെ ശത്രുക്കളാണ്. ഇതൊന്നും ആവരുത് എന്നുള്ള കൃത്യം പറയും. ഇപ്പൊ പറഞ്ഞില്ലേ എന്താ നമ്മൾ പറയട്ടെ, കുനു റബ്ബാനി. നിങ്ങൾ അള്ളാന്റെ മരണം വരെ തൗഹീദും അതോടൊപ്പം സുന്നത്തുകളും മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ്. ഒരൂന്നു റമളാന്റെ ആളായി മാറും. റമളാനിന് മാത്രം ദീൻ മുറുകെ പിടിക്കുന്നവരായി മാറും അല്ലെ. അങ്ങനെയുള്ള ആളുകളാണ് റമളാനുകൾ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് പൊരന്റെ നാനാഭാഗവും കെയ്യി വൃത്തിയാക്കി. പൊരല്ല വൃത്തിയാകേണ്ടത്, പൊരന്റെ ചുറ്റുഭാഗമല്ല വൃത്തിയാകേണ്ടത്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ട് അല്ലെ. വൃത്തിയാവേണ്ടവിടെ കൽബ് വൃത്തിയാവണം. ചുറ്റുപാട് വൃത്തിയായിട്ടൊരു കാര്യമില്ല. കാര്യമായി പള്ളി കമ്മിറ്റിക്കാരും പുറക്കാരും ഒക്കെ പെയിന്റ് അടിക്കലാണ്. റമളാൻ തരുന്നുണ്ട്, ചൊവ്വാൽ തന്നെ തുടങ്ങും പെയിന്റ് അടി. നമ്മൾ അത് ആരോ പറഞ്ഞു വെച്ച നിയമമാണ്, വളയായ നിയമമാണ്, നിശ്ചയിക്കപ്പെട്ട. റമളാൻ തരുന്നതിന്റെ മുമ്പ് ഒന്ന് പെയിന്റ് അടിക്കണം, ഒന്ന് വൈറ്റ് വാഷ് ചെയ്യണം എന്ന് ആരോ പറഞ്ഞു വെച്ചുണ്ടാക്കിയ നിയമം പോലെ. എന്നാൽ റമളാൻ തരുന്നതിന്റെ മുമ്പ് കൽബിനെ ശുദ്ധീകരിച്ചാലേ റമളാന്റെ അഴമാല് അള്ളാഹു സ്വീകരിക്കുള്ളൂ. അവിടത്തേക്ക് എത്തില്ല. ഇവിടെ എത്തി പെയിന്റുമിൽ നിന്നു അല്ലെ. പാത്രമൊക്കെ പുതിയ പാത്രം റമളാന് വാങ്ങി, പുതിയ ഡ്രസ്സ് വാങ്ങി, പുതിയ നിസ്കാരക്കുപ്പായം വാങ്ങി, പല നല്ല നല്ല മോഡല് അല്ലെ. നിസ്കാരക്കുപ്പായം പുതിയ റമളാനായിട്ട് ഒക്കെ ഇറങ്ങും. ചിലർ ആണുങ്ങൾ ചിലർ തൊപ്പി വാങ്ങും, റമളാന് പുതിയ തൊപ്പി. ഇങ്ങനെ എല്ലാവരും ജാടകളുടെ ലോകത്തേക്ക് പോവുകയായി. അതുകൊണ്ടാ പറഞ്ഞത് ലാത്തക്കുൻ റമളാനിയ. നിങ്ങൾ പഠിച്ചല്ല വാക്കല്ലേ, ലാത്തക്കുൻ റമളാനിയ, റമളാനിന്റെ ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്ക് നമുക്ക് കേൾക്കാം. അള്ളാഹു പറയാം, യൗമ യൂസർ അഅദാഉള്ള. ഇതൊന്നും ശ്രദ്ധിക്കാത്ത അള്ളാന്റെ ശത്രുക്കളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും ഇലന്നാർ, നരകത്തിലേക്ക്. ഫഹും യൂസൗൻ, അവിടത്തേക്ക് അവരെ നയിച്ചു കൊണ്ടുപോകും. നരകത്തിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ നയിച്ചുകൊണ്ടു. ഇതവൻ നയിച്ചുകൊണ്ട് പറഞ്ഞാല് വലിയ ഗുണമുള്ള ഏർപ്പാടല്ല, നരകത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകും. ഹത്തായിതാ ജാവുക, അങ്ങനെ അവിടെ എത്തിയാലോ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും. അവിടെ എത്തുമ്പോൾ നമ്മളുടെ ചെവി, നമ്മളുടെ കാത്, നമ്മളുടെ കണ്ണ്,
നമ്മുടെ തൊലി, ഇതെല്ലാം അള്ളാഹിനോട് പറയും ചെയ്ത തെറ്റൊക്കെ വിളിച്ചിങ്ങനെ പറയാം. മരിക്കുന്ന വിഷയം തെറ്റേ മനസ്സിലാകുന്നു. നമ്മുടെ സ്വന്തം തൊലി, സ്വന്തം കാത്, സ്വന്തം കണ്ണുകൾ റബ്ബിനോട് വിളിച്ചു പറയും, ഇതെന്നാണ് തെറ്റ്, ഇന്നോട് ചെയ്തു. മറിച്ചൊക്കെ വിചാരിച്ച കഴിയൂലാണ്. അതുകൊണ്ട് അവിടത്തേക്കാ പോകേണ്ടത്. അതിപ്പം അത് നിങ്ങൾ എത്ര കേട്ടാൽ ഈ ഇതിൽ നിങ്ങൾ കൊടുക്കൂല. നേരെ മറിച്ച് അപ്പോഴേക്കും ഇവിടുന്ന് പുതിയ വണ്ടി അറിയില്ല, വണ്ടി അറിയില്ല, അതിന് കുടിക്കും. അല്ല കാരണം മറ്റാൾ പോകാൻ അതിന് കൊടുക്കും. ഒരു പുതിയ ഡ്രസ്സ് അറിയും, പോയി കൊടുക്കും അല്ലെ. ഒരു പുതിയ പർദ്ദ, പല ജാതിയുള്ള പർദ്ദ ഗൾഫിലാരൊക്കെ ഇറങ്ങുക. ആദ്യം അപായം, ഒരു അപായം ഉണ്ടായിരുന്നു ആദ്യം, അപകടം പിടിച്ചു. അപ്പോ എല്ലാ പിശാചും അവിടെ ഉണ്ടാകുക. റംലാനാണ് ഇറങ്ങുന്നില്ല, ഖുർആൻ ഇറങ്ങിയ റംലാനില്. പക്ഷെ പിശാചിനെ പറ്റി അള്ളാഹ് റസൂൽ എന്താ പറഞ്ഞത്? പിശാചുക്കളൊക്കെ ചങ്ങല വെക്കുന്നു. എന്നിട്ടോ പിശാചുക്കളെ ചങ്ങല വെച്ചിട്ട് നമുക്ക് നന്നാൻ കഴിയില്ല അല്ലെ. സുഫിലത്തി ശയാത്തില്ല. റമദാനിന്റെ ആദ്യ രാത്രിയോടുകൂടി നമ്മളെ നശിപ്പിക്കുന്ന, നമ്മളെ നന്നാകാൻ വിടാത്ത ഈ പിശാചിനെ അള്ളാഹു ചങ്ങൽക്കുന്നു. മർദ്ദത്തിൽ ജിൻ, എല്ലാ തിന്മകളും ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന മലക്കുകളെയും അള്ളാഹു നമുക്ക് സൗകര്യത്തിന് വേണ്ടി പിടിച്ചു കിട്ടും. ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടി, ഇപ്പൊ 90% ആളുകൾ തെറ്റിയാലല്ല. ഇപ്പൊ ഈ മാസം തെറ്റ് ചെയ്യാൻ കഴിയുക. നിങ്ങളിപ്പോ നാലോചിച്ച് എന്തെങ്കിലും കള്ളക്കച്ചവടം ചെയ്യാൻ നമ്മൾ വിചാരിച്ചത് കഴിയില്ല. നോമ്പ് ചെയ്യാം, എന്നിട്ടോട്ടെ. ആരെന്താ ഇബിലീസ് ഉപയോഗിക്കുക? ഇബിലീസിനെ കെട്ടിട്ടില്ല. നോമ്പാട് കഴിഞ്ഞാലോ പെരുന്നാളുടെ നമ്മ അപ്പാലിരിക്കാം അല്ലെ. കാരണം എന്താ? ഒറ്റ നോമ്പിന്റെ സ്വീകരിച്ചില്ല എന്നുള്ള ദയാണ് കേട്ടോ. അപ്പോ പിശാചുക്കളെ ചങ്ങൽക്കുന്നു. അത് ചങ്ങൽക്കിടാൻ കഴിയാത്തവരെയാണ് ഇപ്പൊ പറയുന്നത് നരകത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകും. അങ്ങനെ അവിടെ എത്തിയപ്പോ, നരകത്തിന്റെ അടുത്ത് എത്തിയപ്പോ ഹത്തായിദാമ ജാവുഹ ഷഹിദ അലൈഹിം, അവർക്കെതിൽ സാക്ഷി പറഞ്ഞു. സമൂഹം അവരുടെ കേൾവി, അബസാരും അവരുടെ കണ്ണുകൾ, ജുലൂദും അവരുടെ തൊലികൾ, ബിമാക്കാനു യാഴ്മലൂൻ, എന്തൊക്കെ ദുനിയാവിൽ പ്രവർത്തിച്ചു അതൊക്കെ അവിടെ വിളിച്ചു പറയും അള്ളാഹു കേട്ടോ. അങ്ങനെ വിളിച്ചു പറയുമ്പോൾ കാലൂരി ജുലൂദിയും, നമ്മൾ തന്നെ പറയും നമ്മുടെ സ്കിന്നിനോട്. ഈ സ്കിന്നിനോട് ഇത്ര വലിയ പ്രാധാന്യം തരാൻ കാരണം സ്കിന്ന് മനുഷ്യനെ വല്ലാണ്ട് അഹങ്കരിപ്പിച്ചിട്ടുണ്ട്, കിബറിനാക്കിയിട്ടുണ്ട്, വല്ലാണ്ട് തമ്മാടിയാക്കിയിട്ടുണ്ട് അല്ലേ. ഇല്ല, ലേശം സ്കിന്ന് എന്താണ് പറയാ, സൂപ്പർ സ്കിന്ന്, നല്ല വൈറ്റ് സ്കിന്ന്, സൂപ്പർ സ്കിന്ന് അല്ലേ. വൈറ്റ് ആയിട്ടുള്ള അത് ലേശം നമ്മളെ അപകടപ്പെടുത്തിയിട്ടുണ്ട്. വല്ലാണ്ട് സൂപ്പർ സ്കിൻ അല്ലെങ്കിൽ അത്ര വല്ലാണ്ട് നമ്മൾ നശിക്കില്ല. പക്ഷെ ലേശം സ്കിന്ന് സൂപ്പർ ആണെങ്കിൽ ആണാവട്ടെ പെണ്ണാവട്ടെ വല്ലാണ്ട് മോശമാകും. അതുകൊണ്ടാണ് സ്കിന്നിനോട് നമ്മൾ ചോദിക്കുന്നത്, കാലൂലി ജുലൂദി ലിമ ഷഹീദും അലൈന, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ അള്ളാഹുവോട് സാക്ഷി പറയുന്നത്? കാലു, അപ്പോൾ നമ്മുടെ കാതും നമ്മുടെ കണ്ണും നമ്മുടെ തൊലികളും നമ്മളോട് പറയും, അൻതക്കനല്ലാഹുല്ലദീ അൻതക കുല്ല ശൈ, എല്ലാ വസ്തുക്കളെയും പരലോകത്ത് വെച്ച് സംസാരിപ്പിച്ച അള്ളാഹു നിങ്ങളുടെ തൊലിയെയും കണ്ണിനെയും കാതിനെയും സംസാരിപ്പിച്ചാണ്. ഞാൻ പറഞ്ഞാണ് അള്ളാഹ് സംസാരിപ്പിച്ച. വഹുവ ഖലഖക്കും അവ്വല മറ, അവനാണ് നിങ്ങൾ ആദ്യമായി സൃഷ്ടിച്ചത്. വഇലൈഹി തുർജഊൻ, അവങ്കലേക്കാണ് ഈ മക്കൾ. മയ്യത്ത് കൊണ്ടിന് പോകാന്ന് എല്ലാം അറിയുന്ന നിങ്ങൾ ആദ്യമായി ശ്രദ്ധിച്ച അവരിലേക്ക് പോവുക, മറക്കണ്ട. അപ്പൊ അതിന്റെ മുമ്പ് നമ്മളെ ജീവിതത്തെ വിശുദ്ധമാക്കണം. പരിശുദ്ധ റമദാനിലെ എല്ലാ അഅ്മാലു സാലിഹാത്തുകളും നമുക്ക് അള്ളാഹു സ്വീകരിക്കുന്ന വിധമായി തീരണം. ആ നിലക്ക് ഒരു ദിവസത്തെ നോമ്പ് അള്ളാഹു സ്വീകരിച്ചാൽ 70 വർഷത്തേക്ക് നരകം നമ്മൾ നകന്നു പോകുമെന്ന് റസൂലുള്ളാഹിന്റെ ഓഫറുണ്ട്. ആ വാക്കുകളെല്ലാം കേട്ട് പരിശുദ്ധ റമദാനിലെ തെറ്റുകുറ്റങ്ങളില്ലാതെ, കളവുകൾ പറയാതെ, ഗീബത്തുകളില്ലാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, ഞാൻ ഈ പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തില്ല, നിങ്ങളെ തിരുത്താനാണ്. നിങ്ങൾ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരുടെയും പറയല്ല. ഞാൻ നിങ്ങളും മോശമായി പോകരുത്, മരിക്കേണ്ടി മുമ്പ് നന്നാവും. ആ നിലക്ക് പരിശുദ്ധ റമദാനിന്റെ രാപ്പകലുകൾ അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, നമുക്ക് പരലോകത്ത് ഗുണം ലഭിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ, സ്വർഗം ഉറപ്പിച്ചുകൊണ്ട് മരിക്കാൻ, നരകത്തിൽ നിന്ന് മുക്തനാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മലക്കുകൾ
സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്ന മയ്യത്തായി പോകാൻ അള്ളാഹു നമുക്ക് ഈ പരിശുദ്ധ റമളാന്റെ അഅ്മാലു സാലിഹാത്തുകൾ കൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് നിറയെ അള്ളാഹിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് റമളാനിലെ നോമ്പനുഷ്ഠിക്കാനും റബ്ബിന്റെ തൃപ്തി നേടി മരിച്ചു പിരിയാനും അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലെ മഹത്തായ പകലുകൊണ്ട് ജീവിതത്തിൽ ഇന്നുവരെ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുറാഹിമിനാ റബ്ബ് എനിക്കും നിങ്ങൾക്കും തൊട്ട് മാപ്പായി തരുമാറാകട്ടെ. കൂടെ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയ ആളുകൾക്ക് അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പലതരം രോഗങ്ങൾ, ചെറുതും വലുതുമായ പലതരം രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി എല്ലാ രോഗത്തിൽ നിന്നും സമാധാനവും സന്തോഷവും നൽകി അള്ളാഹു അനുഗ്രഹീതമായ ഒരു ജീവിതം മരണം വരെ എല്ലാവർക്കും നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബിന്റെ കോടതി കിട്ടുമ്പോൾ വലത് കൈയിൽ കർമ്മരേഖ സ്വീകരിച്ച് സ്വർഗം പോകാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലെ ഓരോ കർമ്മങ്ങളും അള്ളാഹു തൃപ്തിപ്പെടുന്നതിലും അള്ളാഹു സ്വീകരിക്കുന്ന അമലായി ചെയ്യാൻ അള്ളാഹു അതിനുള്ള തൗഫീഖും അനുഗ്രഹവും നമുക്കെല്ലാം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم علمنا القرآن يا رب العالمين. اللهم علمنا القرآن يا رب العالمين. اللهم علمنا القرآن يا رب العالمين. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم.